ഇത് നേരം വെളുത്തില്ലല്ലോ. രാവിലെ പല്ലേക്കുന്നതിന് മുമ്പേ തന്നെ സേവയാണോ? അങ്ങനെയൊന്നും ഇല്ല അമ്പിളി. ഇന്നലെ രാത്രി കുറച്ച് ഓവറായി പോയില്ലേ, ഭീകര ഹാങ് ഓവർ. അത് മാറ്റാനായിട്ട് ചെറിയൊരു സ്മോള്. ആ ഇത്രേ ഉള്ളൂ കാര്യം. അപ്പൊ അതാണ് മരുന്ന്. ഇപ്പൊ ശരിയാക്കി. അമ്പിളി, ചായപ്പൊടി എവിടെ വെച്ചേക്കുന്നേ? അമ്പിളി, എടി നീ രാവിലെ തന്നെ കുടിക്കാൻ തുടങ്ങിയോ? എടി രഘുവേട്ടനല്ലേ പറഞ്ഞത് രാത്രിയിലത്തെ ഹാങ് ഓവർ മാറാൻ രാവിലെ കുറച്ചടിച്ചാ മതിന്ന്? എനിക്ക് തല പൊങ്ങുന്നില്ല. ഇതിന്ന് അടിച്ചപ്പോഴേ ഓക്കെ ആയി. ഇത് സൂപ്പർ ആട്ടോ. അല്ല രഘുവേട്ടൻ ഒരെണ്ണം ഒഴിക്കട്ടെ? വേണ്ടേ? രഘുവേട്ടൻ കഴിക്കേ. അതെ, ഞാനേ ഇന്നലെ രാത്രി നിന്റെ അത്ര ഓവറായില്ല. നിന്റെ അടി കണ്ടപ്പോ ഞാൻ നിർത്തി. കൊഴപ്പില്ല രഘുവേട്ട, ഇതൊക്കെ ഒരു രസമല്ലേ? ദേ ഞാനിപ്പൊ നല്ല കാറ്റി പറക്കുന്ന പോലെയുണ്ട്. വെറുതെ അല്ല ഈ ആണുങ്ങളൊക്കെ മദ്യപിക്കുന്നത്. വേണോ? ആ തേയിലൊക്കെ ഞാൻ എടുത്തു തരാം. വാ, ചായട്ട് ഞാൻ തരാം. വാ 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 ഇങ്ങോട്ട് വാട കുട്ടാ. വാ നമുക്ക് ചായ ഇടാം. വാ വാ വാ, പിടിക്ക്. ആ വാ. പോവല്ലേ? വാ. നീ നമ്മുടെ ലക്ഷ്മിക്ക് പാല് കൊടുത്തോ? ചക്കരെ കൊടുത്തോന്ന്? ഇല്ലരെ കേട്ടാ, ഞാൻ ഓക്കെയാ ഓക്കെയാ. ദേ നമ്മുടെ മോളുടെ മുമ്പിൽ നമ്മൾ സ്ട്രോങ് ആയിരിക്കണം. എങ്ങനെ? സ്ട്രോങ് സ്ട്രോങ്. ആ നമ്മുടെ മോളെ ചക്കര ബാവേ, മോക്ക് വിശക്കുന്നുണ്ടടാ കുട്ടാ. അമ്മ പാലുണ്ടാക്കി തരാം കേട്ടോ. എന്നിട്ട് അമ്മ കള്ളു കുടിക്കും. അമ്മയുടെ മുത്തേ, അമ്മയുടെ പൊന്നല്ലേ. ബാബാവോ ഉറങ്ങിക്കോ അമ്മയുടെ മുത്ത്. ബാബാവോ, നിങ്ങൾക്ക് മദ്യപാനം ആസ്വദിക്കണമെങ്കിൽ പെണ്ണുങ്ങളെ കുടിക്കരുത്. ഇവളത് തുടർന്ന അതെനിക്ക് പണിയാവും. ഇനി സൂക്ഷിച്ച് ഇവൾക്ക് കൊടുക്കാവും. അമ്മയ്ക്കൊരു ഒന്നൂടെ. ആ അമ്മയുടെ സ്വത്ത.
അമ്മേ അമ്മേ എന്റെ അമ്മ ഇത് ഏത് ലോകത്താ? നിനക്കെന്താ സത്യ? സമാധാനായിട്ടൊന്ന് പത്രം വായിക്കാൻ പോലും സമ്മതിക്കില്ലേ? ആഹാ, ഇപ്പൊ ഇങ്ങനെയാണോ പത്രം വായിക്കുന്നത്? അമ്മയുടെ ബോധം പോകാനും മാത്രം ഷോക്കിംഗ് ന്യൂസ് എന്താ അതിലുള്ളത്? നീ എന്തൊക്കെയാ പറയുന്നേ? രാവിലെ തന്നെ എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ നിൽക്കാതെ പോവാൻ നോക്ക്. അല്ലെങ്കിൽ തന്നെ അമ്മയ്ക്ക് ഇപ്പൊ എന്തിലാ ദേഷ്യം ഇല്ലാത്തത്? ആ പത്രങ്ങൾ തന്നെ ഞാനൊന്ന് നോക്കട്ടെ. ഞാൻ വായിച്ചു കഴിഞ്ഞില്ല സത്യ. അമ്മയ്ക്കൊരിടത്തും പോകാനൊന്നുമില്ലല്ലോ, അതുകൊണ്ട് സാവകാശം വായിച്ചാ മതി. എനിക്ക് ജോലിക്ക് പോകാനുള്ളതാ. ഓ, അപ്പൊ ഞാൻ പണം കൊടുക്കാത്തത് കൊണ്ട് പത്രം പോലും വായിക്കേണ്ടതാണോ നീ പറഞ്ഞു വരുന്നത്?